മീനപ്പള്ളി വട്ടക്കായലിൻ്റെ തീരത്താണ് അപർണയുടെ വീട്. ഒരു വർഷത്തിനിടെ ഒരുപാട് കിഴക്കൻ വെള്ളം കായലിലൂടെ ഒഴുകിപ്പോയി. പട്ടടയിൽ നട്ട വാഴ കുലച്ചു. പക്ഷേ പെറ്റമ്മയുടെ കണ്ണ് ഇതുവരെ തോർന്നിട്ടില്ല. ഒരു വർഷവും 18-17 ദിവസവുമായി എണ്ണിടുക. എന്താ സമൂഹത്തിൽ ജീവിച്ച ഒന്നും പറയാനുള്ള ഇപ്പം ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസവത്തിനിടെ കഴിഞ്ഞ ഡിസംബറിലാണ് അപർണയും കുഞ്ഞും മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച് നാട്ടുകാർ ആശുപത്രിയിൽ പ്രതിഷേധിച്ചു. പ്രശ്നത്തിൽ മന്ത്രിമാർ വരെ ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും പതിവ് പോലെ ഒന്നും നടന്നില്ല. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം മുതൽ പലതും ഇതുവരെ കിട്ടിയിട്ടില്ല. സാധാരണക്കാരുടെ പാവപ്പെട്ടവർക്ക് നീതി കിട്ടാൻ പ്രതീക്ഷയില്ല. അച്ഛനും വയ്യാതായി, ഇതിന്റെ പുറകെ ആര് നടക്കാൻ. നിയമപോരാട്ടം നടത്തിയിരുന്ന അപർണയുടെ അച്ഛൻ ഇപ്പോൾ ക്യാൻസറുമായി പോരാടുകയാണ്. മകളുടെ മരണം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർത്തിക്കളഞ്ഞു. റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് നമുക്ക് വേണം, കിട്ടിയേ പറ്റൂ. ഇതുവരെ അത് തരാത്തതിന്റെ കാര്യം എന്താണെന്ന് നമുക്കറിയണം. അപർണയുടെ മരണത്തിലും കുറ്റക്കാരായ സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ആദ്യം മുതൽ ഡോക്ടർമാരും അവരുടെ സംഘടനകളും സ്വീകരിക്കുന്നത്. ഡോക്ടർമാരും മൊഴി തരാൻ തയ്യാറാകില്ല. അവരുടെ സംഘടന ഭയങ്കര ശക്തമായതുകൊണ്ട് ആരും നമുക്ക് അനുകൂലമായിട്ട് മൊഴി തരാൻ തയ്യാറാകത്തില്ല. അർഹമായ ധനസഹായം പോലും ഈ കുടുംബത്തിന് നിഷേധിക്കപ്പെട്ടു. ഡോക്ടർമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത, സാധാരണക്കാരുടെ ജീവന് വില നൽകുന്ന ഭരണകർത്താക്കൾക്ക് മാത്രമേ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാകൂ. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.